നമസ്കാരം. കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗം കാണാൻ വേണ്ടിയിട്ടാണ്. അത് മറ്റെങ്ങുമല്ല, നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ ചെങ്കൽ ഗ്രാമപഞ്ചായത്തിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്നാണ് ചെങ്കൽ മഹേശ്വര ശിവപാർവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിന്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഈ 111.2 അടി ഉയരമുള്ള ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോയില് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും സ്ഥാനം പിടിച്ച ഈ ശിവലിംഗത്തിനെ കുറിച്ചും അതിനുള്ളിലെ കാഴ്ചകളെ കുറിച്ചും ഈ ക്ഷേത്രത്തിനെ കുറിച്ചും ഒക്കെയാണ്. ഇതൊരു വെറും ശിവലിംഗമല്ല, അതിനകത്ത് ധാരാളം കാഴ്ചകളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വിശദമായി പറഞ്ഞു തരാം. നിങ്ങൾ തിരുവനന്തപുരം സിറ്റിയിൽ നിന്നാണ് വരുന്നതെങ്കിൽ ചെങ്കൽ മഹേശ്വരം ക്ഷേത്രത്തിലേക്ക് ഏകദേശം 29 കിലോമീറ്റർ ആണ് ദൂരം. ഇനി ട്രെയിനിലാണ് വരുന്നതെങ്കിൽ നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷനാണ് ഇതിന് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. അവിടെ നിന്നും അവിടുത്തെ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും നിങ്ങൾക്ക് പൂഴിക്കുന്ന് പോകുന്ന ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഈ ചെങ്കൽ മഹേശ്വരം ക്ഷേത്രത്തിന് മുന്നിൽ തന്നെ ഇറങ്ങാൻ പറ്റും. ഞങ്ങളിപ്പോ കന്യാകുമാരി പോയിട്ട് വരുന്ന വഴിക്കാണ് ഇവിടെ സന്ദർശിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 11:30 മണിയോടുകൂടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയേക്കുന്നത്. ഇവിടുത്തെ പൂജാ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 4:30 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകുന്നേരം 4:30 മുതൽ രാത്രി 8 മണി വരെയുമാണ് ഈ ക്ഷേത്രത്തിന്റെ പൂജ ടൈം. അതുപോലെ ശിവലിംഗത്തിന്റെ ടൈമിംഗ് ആണെങ്കിൽ രാവിലെ 6:30 മുതൽ 8 മണി വരെ ശിവലിംഗം ഓപ്പൺ ആണ്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശിവഭഗവാനും പാർവതീദേവിയുമാണ്. ഉപദൈവങ്ങളായിട്ട് ഗണപതി ഭഗവാനും സുബ്രഹ്മണ്യനും അയ്യപ്പനും നവഗ്രഹങ്ങളും നാഗദൈവങ്ങളുമാണുള്ളത്. ശിവന് വിഗ്രഹ പ്രതിഷ്ഠയുള്ള അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണിത്. ബാലഗണപതി, വീരഗണപതി തുടങ്ങിയ 32 ഗണപതി ഭാവങ്ങളുടെ പ്രതിഷ്ഠയും ഈ ക്ഷേത്രത്തിലുണ്ട്. കൂടാതെ 12 ജ്യോതിർലിംഗങ്ങളുടെ മാതൃകകൾ നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൽ കാണാൻ കഴിയും. സവിശേഷമായ ഈ ശിവലിംഗം ഇവിടെ സ്ഥാപിച്ചത് സ്വാമി മഹേശ്വരാനന്ദ സരസ്വതിയാണ്. അദ്ദേഹവും സംഘവും ഇന്ത്യയിലുടനീളം യാത്ര ചെയ്ത് ശിവലിംഗങ്ങളെ കുറിച്ച് പഠനം നടത്തിയിട്ടാണ് ഇങ്ങനെ ഒരു ശിവലിംഗം ഇവിടെ സ്ഥാപിച്ചത്. ഈ ശിവലിംഗം ഇവിടെ സ്ഥാപിക്കുന്നതിന് മുമ്പ് ഏറ്റവും ഉയരമുള്ള ശിവലിംഗം കർണാടകയിലായിരുന്നു. 108 അടിയായിരുന്നു ആ ശിവലിംഗത്തിന്റെ ഉയരം. ഇപ്പോൾ ആസാമിലെ നാഗോൺ എന്ന സ്ഥലത്ത് ഒരു ശിവക്ഷേത്രത്തിലും ഒരു ശിവലിംഗമുണ്ട്. അതിന് 126 അടിയാണ്. അതാണ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗം. ചെങ്കൽ മഹേശ്വരം ശ്രീപാർവതി ക്ഷേത്രത്തിന്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഈ ശിവലിംഗം സ്ഥാപിച്ചിരിക്കുന്നത്. 200 രൂപയാണ് ശിവലിംഗത്തിനുള്ളിലേക്കുള്ള എൻട്രി ഫീ. ഒരുവൻ തന്റെ ഉള്ളിലുള്ള ദേവനെ താൻ തന്നെ പൂജിക്കണം എന്ന കൺസെപ്റ്റിലാണ് ഈ ശിവലിംഗത്തെ 8 തട്ടുകളായി സജ്ജീകരിച്ചിരിക്കുന്നത്. അതിനെ പ്രതിനിധീകരിച്ചിരിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ 7 ചക്രാസിനെയാണ്. അപ്പോൾ ശിവലിംഗത്തിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മൾ കയറുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ബാഗ്, ക്യാമറ, അതുപോലെ മൊബൈൽ ഫോൺ എല്ലാം അവരവിടെ വാങ്ങി വെച്ച് സുരക്ഷാ ചെക്കിങ്ങുകളെല്ലാം നടത്തിയതിനു ശേഷം മാത്രമേ നമ്മളെ ശിവലിംഗത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. ഏറ്റവും അടിയിലത്തെ തട്ടിലുള്ള ശിവലിംഗത്തിൽ ഭക്തർക്ക് പൂജ നടത്താനും അഭിഷേകം ചെയ്യാനും ഒക്കെയുള്ള അനുവാദമുണ്ട്. ഒരു 20ഓളം പേര് അടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെയാണ് ഒരു സമയം ഈ ശിവലിംഗത്തിനുള്ളിലേക്ക് കയറ്റി വിടുന്നത്. അതൊരു ഗുഹ പോലെയാണ്. അതിൽ നമ്മുടെ കൂടെ ഒരു ഗൈഡും ഉണ്ടാകും. ഗൈഡ് നമുക്ക് വിശദമായിട്ട് ഇതിനുള്ളിലെ കാഴ്ചകളെ കുറിച്ചെല്ലാം പറഞ്ഞു തരുന്നുമുണ്ട്. അപ്പൊ ഇതിനപ്പുറത്തേക്ക് നമ്മുടെ ക്യാമറ അലൗഡ് അല്ല. അപ്പൊ അതുകൊണ്ട് അതിൽ ഉള്ളിലെ കാഴ്ചകൾ ഞാൻ വിശദമായിട്ടൊന്ന് പറഞ്ഞു തരാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 8 തട്ടുകളായിട്ടാണ് ഈ ശിവലിംഗത്തിനെ സജ്ജീകരിച്ചിരിക്കുന്നത്. അതിനെ പ്രതിനിധീകരിച്ചിരിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ 7 ചക്രാസിനെയാണ്. അതായത് ഒന്നാമത്തെ തട്ടില് മൂലാധാര ചക്രയെയും, രണ്ടാമത്തേതിൽ സ്വാധിഷ്ഠാന ചക്രയെയും, മൂന്നാമത്തെ തട്ടിൽ മണിപൂരക ചക്രയെയും, നാലാമത്തെ നിലയിൽ അനാഹത ചക്രയെയും, അഞ്ചാമത്തെ നിലയിൽ വിശുദ്ധി ചക്രയെയും, ആറാമത്തെ തട്ടിൽ ആജ്ഞാചക്രയെയുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 6 ധ്യാനമുറികളിലൂടെ കയറി ഏറ്റവും മുകളില് കൈലാസം എന്ന് പേര് നൽകിയിട്ടുള്ള സ്ഥലത്ത് എത്തുന്ന രീതിയിലാണ് ശിവലിംഗം നിർമ്മിച്ചിരിക്കുന്നത്. അതായത് സഹസ്രാര ചക്രത്തിലേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യുന്നത് അവിടെ. ചുരുക്കി പറഞ്ഞാൽ യോഗശാസ്ത്ര പ്രകാരം സാധാരണ വ്യക്തികളിൽ നട്ടെല്ലിന്റെ ഏറ്റവും അടിവശത്തുള്ള മൂലാധാരത്തിൽ ചുരുണ്ട രൂപത്തിൽ സുഷുപ്തി അവസ്ഥയിലായിരിക്കുന്ന ഒരു സർപ്പിണിയുടെ രൂപത്തിലാണ് കുണ്ടലിനി ശക്തിയെ സങ്കല്പിച്ചിരിക്കുന്നത്.
യോഗികളുടെ സാധന ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ കുണ്ടലിനി ശക്തി ചുരുൾ നിവർത്തി ഇട പിങ്കള എന്നീ രണ്ട് നാഡികളുടെ നടുവിലൂടെ സുഷുമ്നാ നാഡി വഴി പ്രവേശിച്ച് മൂലാധാരത്തിൽ ആരംഭിച്ച് സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി ചക്ര, ആജ്ഞാചക്ര എന്നിങ്ങനെ 6 ആധാരങ്ങളിലൂടെ യാത്ര ചെയ്ത് സഹസ്രാരത്തിലെത്തി ശിവനുമായി ഐക്യപ്പെടുക എന്നുള്ളതാണ് കുണ്ടലിനി യോഗത്തിന്റെ ഉദ്ദേശം. അതായത് പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ എന്നൊരു ചൊല്ല് കേട്ടിട്ടില്ലേ? ശരിക്കും ഈ 6 ആധാരങ്ങളും ഭേദിച്ച് സഹസ്രാരത്തിൽ എത്തി അവിടുള്ള ശിവനുമായി ഐക്യപ്പെടുക എന്നുള്ളതാണ് ഈ ചൊല്ലിന്റെയും ഉദ്ദേശം. ഈ ഒരു തീമിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഒരു ശിവലിംഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു ഗുഹയ്ക്കുള്ളിലൂടെയാണ് മുകളിലേക്കുള്ള യാത്ര. 108 ശിവാലയ സന്ദർശനങ്ങൾ എന്ന കൺസെപ്റ്റിൽ 108 വ്യത്യസ്ത ശിവലിംഗങ്ങളും കൂടാതെ മഹാദേവന്റെ 64 മൂർത്തി ഭാവങ്ങളും ഈ വലിയ ശിവലിംഗത്തിനുള്ളിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ കൂടെ വരുന്ന ഗൈഡ് വിശദമായിട്ട് പറഞ്ഞു തരും. ഓരോ ചക്രങ്ങളും എന്താണെന്നും അതിന്റെ പ്രവർത്തനവും ഒക്കെ അവർ വിശദമായി തന്നെ പറഞ്ഞു തരും. കൂടാതെ ഓരോ ചക്രത്തെയും റെപ്രസെന്റ് ചെയ്യുന്ന വ്യത്യസ്ത വർണ്ണങ്ങളിലാണ് ഓരോ നിലകളും സജ്ജീകരിച്ചിരിക്കുന്നത്. ചക്രാസ് കൂടാതെ ഇതിനുള്ളിൽ ദേവലോകവും വൈകുണ്ഠവും കൈലാസവും വളരെ മനോഹരമായി തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതൊരു വല്ലാത്ത ഫീലാണ് നമ്മൾ അവിടെ എത്തിക്കഴിയുമ്പോൾ. അനന്തശയനം ചെയ്യുന്ന മഹാവിഷ്ണുവും ദേവലോകത്തിലെ കാഴ്ചകളും ദേവലോകത്തിലെ ദേവന്മാരും ഏറ്റവും മുകളിലെ കൈലാസം എന്ന ഭാഗം ശരിക്കും കൈലാസത്തിലെത്തിയ ഒരു ഫീൽ തന്നെയാണ് നമുക്കുണ്ടാക്കുക. ശിവന്റെയും പാർവതിയുടെയും വെണ്ണക്കൽ പ്രതിമയും ശീതീകരിച്ച മുറിയും കൂടാതെ ശിവലിംഗങ്ങളും ഒക്കെ ആയിട്ട് അതൊരു വല്ലാത്ത അനുഭവമാണ്. നമ്മുടെ മുന്നിൽ ഈ ദൃശ്യവിസ്മയം ഒരുക്കിയ സ്വാമി മഹേശ്വരാനന്ദ സരസ്വതിയും അതുപോലെ തന്നെ ഈ ശിവലിംഗം പണിത ശില്പികളും ഒരു വലിയ കയ്യടി അർഹിക്കുന്നുണ്ട്. അവരുടെ മഹത്തായ സൃഷ്ടി തന്നെയാണിത്. ഇതുപോലൊരു അനുഭവം ലോകത്ത് മറ്റൊരിടത്തും നിങ്ങൾക്ക് ലഭിക്കില്ല. അപ്പം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് ഇത് വന്ന് കാണാൻ ഒരു അവസരം ഉണ്ടായി കഴിഞ്ഞാൽ അത് പാഴാക്കി കളയരുത്. ഇത് വന്ന് കണ്ടിരിക്കണം. കാണേണ്ട ഒരു സംഗതി തന്നെയാണിത്. ക്ഷേത്ര ദർശനം നടത്താതെ തന്നെയും നിങ്ങൾക്ക് ഇവിടെ വന്ന് ഈ ശിവലിംഗത്തിനുള്ളിലെ കാഴ്ചകൾ കണ്ട് മടങ്ങാം. ശിവലിംഗത്തിന്റെ ഓപ്പണിംഗ് ടൈം രാവിലെ 6:30 മുതൽ രാത്രി 8 മണി വരെയാണ്. അമ്പലം അടച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾക്ക് അവിടെ പ്രവേശനം ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ക്ഷേത്ര കോമ്പൗണ്ടിൽ തന്നെ അക്കോമഡേഷനുകൾ ഉണ്ട്. വളരെ അഫോർഡബിൾ റേറ്റിൽ നല്ല അക്കോമഡേഷൻ ഉണ്ട് ഇവിടെ. അപ്പൊ ഇവിടെ വന്ന് താമസിച്ചും നിങ്ങൾക്ക് ഇതിന്റെ വൈബ് എൻജോയ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. താങ്ക്